ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം. ബലഭദ്രഖണ്ഡം. 8ാമത്തെ ഖണ്ഡമാണ് ബലഭദ്രഖണ്ഡം. ബലരാമനെ കുറിച്ചാണ് ഈ ഒരു ഖണ്ഡത്തിൽ കൂടുതലായിട്ട് പറയുന്നത്. വളരെ ചെറിയൊരു ഖണ്ഡമാണ്, 13 അധ്യായങ്ങളേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ അധ്യായം 1 ബലദേവാവതാര കാരണം. ബലരാമൻ്റെയും രേവതിയുടെയും കഥകൾ കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ബഹുളാശന് നാരദ മഹർഷി ആ ചരിത്രങ്ങൾ വർണ്ണിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു അധ്യായത്തിൽ. സംഘർഷണൻ, അച്യുതാഗ്രജൻ, ബലഭദ്രൻ, രാമൻ, കാമപാലൻ എന്നിങ്ങനെ പല പേരുകളാലും ബലഭദ്രൻ കീർത്തിക്കപ്പെടുന്നു. ഒരിക്കൽ ദുര്യോധനൻ തൻ്റെ ഗുരുവായ പാണ്ഡ്രിപാകനോട് ബലരാമൻ ആരുടെ പ്രാർത്ഥന മൂലം ഏതു ലോകത്തിൽ നിന്നാണ് ഭൂമിയിൽ അവതരിച്ചതെന്നും മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചതിന് ഉത്തരമായി അദ്ദേഹം ആ കഥ പറഞ്ഞു കൊടുത്തിരുന്നു. ദ്വാപരയുഗത്തിൽ കോടിക്കണക്കിന് അസുരന്മാർ രാജാക്കന്മാരായി ഭവിച്ചതിനാൽ അവരെ കൊണ്ടുള്ള ഭാരം സഹിക്കാൻ കഴിയാതെ ഭൂമിദേവി ഗോരൂപം ധരിച്ച് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവാകട്ടെ ദേവകളോടും മഹാദേവനോടും വിഷ്ണുവിനോടും കൂടി ബ്രഹ്മാണ്ടത്തിൻ്റെ പുറത്തു സ്ഥിതി ചെയ്യുന്ന വിരജാനദീ തീരത്ത് എത്തിയിട്ട് സംഘർഷണമൂർത്തിയെ ധ്യാനിച്ചു. സഹസ്രവദനനായ ആ ആദിശേഷൻ അവർക്ക് ദർശനം നൽകി. ആദിശേഷൻ്റെ മടിയിലായി വൃന്ദാവനം, ഗോവർദ്ധനം, കാളിന്തി, ഗോപാലന്മാർ, ഗോകുലം എന്നിവയെല്ലാം അവർ ദർശിച്ചു. പീതാംബരധാരിയും സർവാലങ്കാര വിഭൂഷിതനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വിളങ്ങുന്നുണ്ടായിരുന്നു. അവർ ഭഗവാനെ നമസ്കരിച്ച് ഭൂഭാരത്തെപ്പറ്റി അറിയിച്ചു. എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ദേവകൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം സഹസ്രവദനനായ അനന്തശേഷനോട് വസുദേവ പത്നിയായ ദേവകിയിൽ ഉത്ഭവിച്ച് രോഹിണീ ഗർഭത്തിൽ നിന്ന് ആവിർഭവിക്കണമെന്നും പിന്നീട് താൻ ദേവകീപുത്രനായി അവതരിക്കുമെന്നും അരുളി ചെയ്തു. ഹരേ കൃഷ്ണ.